താളപ്പൊലി തകിലടി പടകം വാദ്യവിശേഷവുമാ സുരവാദ്യവിശേഷവുമാ ആരോഗ്യ ശ്രീമാനിന്നൊരു മംഗളവരവേൽപ്പ് തിരുമംഗളവരവേൽപ്പ് ഗജരാജനകമ്പടിയുണ്ടേ മക്കളേക്ക് വാ കാര്യം പറയട്ടെ ചോദിക്കട്ടെ ഇവിടെ തോരണം ബലൂണൊക്കെ കെട്ടിരിക്കണല്ലോ ഇവിടെ എന്തുവാടാ പരിപാടി? ഇവിടെ ബർത്ത്ഡേ നടക്കും. എന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ, എന്റെ മോടെ ബർത്ത്ഡേ. ആരെ ബർത്ത്ഡേ? എന്റെ മോടെ ബർത്ത്ഡേ. ഇതൊക്കെ നേരത്തെ പറയട്ടെ. നേരത്തെ പറഞ്ഞില്ലാലും വലിച്ചു കയറി വരുമെന്ന് അറിയാമായിരുന്നു, അതുകൊണ്ടാ പറയാൻ. ഞാൻ പൊരിഞ്ഞ വെയിലത്താണ് വന്നത്. ഭയങ്കര ചൂടടാ. ബൂട്ടില് മുട്ട വെച്ച വേവ് അത്രയ്ക്ക് ചൂടാ. അങ്ങനെ വേണം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതാ ചൂട് കൊണ്ട്. ചേട്ടാ മുട്ട എന്തിയേ? മുട്ട മുട്ട അമ്മാവനൊന്ന് എണീറ്റേ. ഒന്ന് എണീറ്റേ. പറയട്ടെ. ഒന്ന് എണീറ്റ് നിക്കേ. മക്കളെ എന്തായാലും നീ എന്റെ മോളെ ബർത്ത്ഡേക്ക് അമ്മാവനെ വിളിച്ചില്ലല്ലോ നീ. അതെ ഓ അമ്മാവോ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നിന്നേ. എന്തിനാടാ? അങ്ങോട്ട് തിരിഞ്ഞൊരു സൂത്രം കാണിക്കാനാ. അതൊക്കെ നേരത്തെ പറയട്ടെ. ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. കുശുമ്പത്തിലോ ഇതൊരു മാറിയില്ലടാ കുടുംബത്തൊന്നും. അമ്മാവമായ പുള്ളിയാ കേട്ടോ, ഭയങ്കര തമാശക്കാരോ. ചേട്ടോ ഇതിന്റെ ഇതൊന്ന് നോക്കി. അതെ ഇതൊന്ന് നോക്കി. നോക്കി കൈ അഴുക്കാം. ഞാൻ സാരമില്ല, നോക്കാം. സൂപ്പർ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ അമ്മാവോ, നമ്മുടെ ഈ ഒരു മൂത്ത മോനുണ്ടായിരുന്നു, നമ്മുടെ എല്ലാ അമ്മാവന്റെ ഒരു മോനുണ്ടായിരുന്നു, കൊച്ചുമോൻ. അങ്ങോട്ട് മാറിയേക്ക്, ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ കൊച്ചുമോനുണ്ടായിരുന്നല്ലോ, അമ്മാവന്റെ കൊച്ചുമോൻ. കൊച്ചുമോൻ ഇങ്ങനെ എന്താ ജോലി കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. അവന് ജോലി കിട്ടിയടാ. കപ്പലിലാ ജോലി കിട്ടിയത്. കപ്പലിലാണോ ജോലി കിട്ടിയത്? അവന് നീന്താനൊക്കെ അറിയാവോ? അങ്ങനെയാണെങ്കിൽ എന്റെ അനി ഒരാളുണ്ടല്ലോ, അവന് വിമാനത്തിലല്ലേ ജോലി. അവന് പറക്കാനൊക്കെ അറിയോടാ. രാവിലെ അതല്ല പെങ്ങള്. ഇതൊന്ന് നോക്കി. ഇതിന്റെ രുചി നോക്കി. വെരി വെരി സൂപ്പർ. അങ്ങനെ പുളിശ്ശേരിയും റെഡി. അപ്പൊ ഒരു പെങ്ങള് കൊച്ചുണ്ടായിരുന്നല്ലോ, മറ്റേ ആ പയ്യന്റെ ഒരു പെങ്ങള് കൊച്ചു. ഇയാളെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നും ഇല്ല, നമ്മളെ കല്യാണം വിളിക്കത്തുമില്ല. എടാ അതൊന്നും പറയണ്ടടാ, പെങ്ങളല്ലേ അത്. അവളെ കെട്ടിച്ച് ഭയങ്കര കുരുവായി. നിനക്ക് അതിന്റെ രുചി ഉണ്ടോ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ അറിയണല്ലേ. കുറെ നേരം കൊണ്ട് ഞാൻ ഇവിടെ കൊതി കൊണ്ടിരിക്കണേ. ഞാൻ പറഞ്ഞുതരാം. രുചിയൊക്കെ ഒരുപാടല്ലേ പറയട്ടെ. കൈ നീട്ട്. അയ്യോ കൈപൊള്ളി. എണ്ണ ചൂടായിട്ടുണ്ട്, പപ്പടം ഇട്ടോ. നല്ല കാര്യം ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ സംസാരിച്ച് നിന്നാ മതിയോ? കൊച്ചിന്റെ ബർത്ത്ഡേയാ, എന്തായാലും പഞ്ഞു കയറി വന്നല്ലേ. സംഭവം നീ അറിഞ്ഞ? നമ്മൾ എന്റെ ഭാര്യയുടെ കേസൊക്കെ നീ അറിഞ്ഞാടാ? നിങ്ങളുടെ ഭാര്യയുടെ കേസ് ഞാൻ അറിഞ്ഞ്. അമ്മാവന് ജീവപര്യന്തം തടവ് ശിക്ഷ കൊടുക്കണമെന്നും പറഞ്ഞ് അവര് കേസ് കൊടുത്തിരിക്കുവാണെന്ന് അറിഞ്ഞു. എന്തായി? എന്തായാലും കോടതി എന്നെ വെറുതെ വിടും. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷം അവളെ കൂടി ഞാൻ ജീവിച്ചേന് അത് ജീവപര്യന്തമായി കണക്കാക്കി ചിലപ്പോ കോടതി എന്നെ വെറുതെ വിടും. അപ്പൊ അമ്മാവൻ അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിരിക്കുക. ചിലപ്പോ അകത്താകാനും സാധ്യതയുണ്ട്. അതാരാടാ ഇപ്പൊ ഇങ്ങോട്ട് ഓടിയത്? ആര് പോയി? ആരോ ഓടിയത്? ഇതിലൊന്നും ആരും പോയില്ല. ഇല്ലേ? ആരാ പോയി? ആരും പോയില്ലേ? ആരുമില്ലേ? പണ്ടത്തെ പോലെ കണ്ണത്ര പിടിക്കില്ല. കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ ഏതെങ്കിലും കണ്ണാശുപത്രി കൊണ്ടുപോയി കാണിക്കണം. എടാ ഞാൻ കണ്ണാശുപത്രി കൊണ്ട് കാണിച്ചടാ. എന്നിട്ട് സംഭവം അവിടുത്തെ കണ്ണ് ഡോക്ടറില്ലേ, ആ ഡോക്ടർക്ക് കണ്ണ് കണ്ടുകൂടാല്ലേ. ഞാൻ അവിടെ ചെന്നിരുന്നപ്പോ അവരെന്താ ടോർച്ച് അടിച്ചല്ലേ നോക്കണത്. പറയട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞത്, അമ്മാവൻ ഭയങ്കര പുള്ളിയാണെന്ന്. കാര്യമൊക്കെ പറയുന്നുണ്ടെങ്കിൽ. ചേട്ടാ ഗീത പ്രസവിച്ചു, ഫോൺ വന്നു. ദൈവമേ, പണ്ടൊക്കെ പെണ്ണുങ്ങളാണെങ്കിൽ പ്രസവിക്കുമ്പോ കുഞ്ഞുങ്ങളാണ് പറഞ്ഞത്. ഇപ്പൊ പെണ്ണുങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ഫോണ് പറഞ്ഞു. ഇതൊക്കെ എന്തൊരു കാലോട്ടോ. ഇതൊക്കെ ഡാറ്റ പറയട്ടെ. പറഞ്ഞ് പെങ്കുഞ്ഞ. കഷ്ടമായി പോയില്ല. എന്താ പെങ്കൊച്ചിന്റെ കാര്യം പറഞ്ഞപ്പോ മോന്ത ഒരു മഞ്ഞിരിക്കണ? പെൺകുഞ്ഞുങ്ങളല്ലേ ഓടി. പെൺകുഞ്ഞുങ്ങളെ വീടിന്റെ വിളക്ക. ആണോ? ഒരു 6 വിളക്കിന് ഇപ്പൊ അവൻ എണ്ണ വാങ്ങിച്ച് കുഴഞ്ഞിരിക്കോ. ഇനി 7ാമത്തെ വിളക്കൂടായി. ഇതിന് എണ്ണ വാങ്ങിക്കഴിഞ്ഞാൽ അവൻ അവിടെ പോകാനുള്ള വരുമാനം അവനുണ്ടോ? ഇക്കണക്കിന് പോവണെങ്കില് അവന്റെ വീട് മുഴുവൻ കാർത്തിക വിളക്കൂട്ട് നിറയും. കൂടുതൽ സംസാരിക്കേണ്ട, ആഘോഷങ്ങളൊക്കെ നമുക്ക് തുടങ്ങണം. അപ്പം കേക്ക് മുറിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ റെഡിയാക്കാം. എടി ആ കേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വാ. കേക്കൊക്കെ എടുത്തോണ്ട് വാ. എല്ലാം ചെയ്യും. കൊണ്ടുവാ.
കേക്ക് മുറിക്കാൻ നമ്മള് എന്റെ ചെറുമോള് എവിടെയാടാ? എവിടെയൊക്കെയാടാ? എവിടെയൊക്കെ നിക്കണത്? എനിക്കൊരു പിടിയില്ല. മക്കള് മക്കള് അപ്പൂപ്പ ഉണ്ട്. ദാ, ചെയ്താ, കേക്ക് മുറി. എന്തെന്ന് കാണിക്കുന്നത്? ഓ, എന്ത് പറ്റിയടാ മക്കളെ? മൊബൈൽ വൈബ്രേറ്റർ ചെയ്ത് പോക്കറ്റിലിട്ട മൊബൈൽ വൈബ്രേറ്റർ. ഹലോ ഹലോ ആ ശിവൻകുട്ടിയല്ലേ? അതെ അളിയാടാ, ഞാനാ ഗിരീശൻ. ആട് ഗിരീഷ്, നീയായിരുന്നാ? എടാ അളിയാ, ഞാനേ ആ. അത്യാവശ്യമായിട്ട് നിന്റെ വീടിനടുത്തുള്ള താലൂക്ക് പോവേണേ. താലൂക്ക് ആശുപത്രിയില്ല. എടാ എന്റെ കുഞ്ഞ് ആ. താലൂക്ക് ആഫീസടാ മണ്ട. ആഹാ, എന്നിട്ട് അവിടെ എന്റെ കുഞ്ഞ് ബില്ല് പാസ്സായിട്ടുണ്ട്, അത് മേടിക്കാം. എന്റെ വീടിന്റെ അടുത്തൂടാണ് നീ പോകുന്നത്. ചേടാ, എന്റെ വീടിന്റെ അടുത്തോട് പോകുമ്പോ എന്റെ വീട്ടിലൊന്ന് കേറിയിട്ട് പോടാ. എന്റെ സുഹൃത്തല്ലേ നീ? 3 മണിക്ക് കാശ് കൊണ്ട് അടയ്ക്കണ്ട, നീ എന്താ കളിക്കുകയാണോ? എടാ, നീ ഒന്നും വന്നിട്ട് പോ. ചുമ്മാ വന്ന് 5 മിനിറ്റ് എന്റെ മോക്കൊരു വിശ്വസ് നേർന്നിട്ട് പോടാ. എന്റെ മോടെ ബർത്ത്ഡേയാ. എന്റെ പൊന്നളിയാ, സമയമില്ലാഞ്ഞിട്ടാണ്. ശങ്ങനൊന്നും പറയരുത്. നീ എന്റെ കുട്ടിക്കാലം മുതലൂടെ കളിച്ച് വളർന്നവനാണ്. നീ ഒന്ന് വാ. നീ ഇവിടെ വരെ വന്നിട്ട് പോ. ഓ ശരി ശരി. ആ ചേച്ചി, ആ കുന്ത്രണ്ടൊക്കെ ഒന്ന് ഓഫ് ചെയ്താണ്. ആ, ഓഫ്. അങ്ങോട്ട് മോളെ മോളെ ബർത്ത്ഡേ വിച്ചാത്തി എന്തേ? വിച്ചാത്തി ആരെടുത്തോട്ട് പോയി? എടാ, അതൊക്കെ പോടെ. അതൊക്കെ പണ്ടല്ലേ. മക്കള് 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 ഞാൻ വിച്ചാത്തി എടുത്തോണ്ട് വരാം. നീ വിച്ചാത്തി എടുത്തോട്ട് അളിയാ, ഗിരീശാ. ആ. എടാ, ഈ ഞാൻ വിളിച്ചപ്പോഴേ നീ ഓടി വരുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും വന്നല്ലോ. സന്തോഷം കൊണ്ട് എന്റെ പേര് നിന്നിട്ട് വിളിച്ചതാ. പേര് മാറി സന്തോഷം കയറുമ്പോ ഇങ്ങനെ നമ്മൾ എന്തൊക്കെയാ പറയുന്നത് ആർക്കും പറയാൻ പറ്റത്തില്ല. നീയും ചിലപ്പോ അങ്ങനെയൊക്കെ പറയാറില്ലേ? എന്തായാലും വാ, ഒന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതെല്ലാം എന്റെ ബന്ധുക്കളൊക്കെയാണ്. എന്റെ മോടെ ബർത്ത്ഡേ ആയിട്ട് വന്നവരാണ്. വന്നേ, എല്ലാവരും വന്നേ. എന്റെ കൂട്ടുകാരനാണോ? എന്റെ കൂട്ടുകാരനാണ്. ഹലോ, അവിടെ വിടൂ. കല്യാണൊക്കെ കഴിഞ്ഞോ? ഓ, കല്യാണം കഴിഞ്ഞു. അതെ, കുട്ടികൾ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. 2 പേരുണ്ട്. മൂത്തവന്റെ പേരെന്താ? മൂത്തമ്മന്റെ പേര് പീറ്റർ. അപ്പൊ രണ്ടാമത്തെ പേര് റിപ്പീറ്റർ എന്നായിരിക്കും. മാമോ, ഇതേ എന്റെ കളിക്കൂട്ടുകാരനാ. അംഗൻവാടി മുതൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് വളർന്ന് SSLC വരെ ഒരുമിച്ച് പഠിച്ച്. ഞാൻ തോറ്റ്, അവൻ ജയിച്ച്. അവൻ നല്ല രീതിയിൽ ബിരുദാനന്തര ബിരുദമൊക്കെ എടുത്ത് ഉദ്യോഗസ്ഥനായി. ഇപ്പൊ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥനാ. 5 അക്ക ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥനായി ഇവൻ. ആ ഉദ്യോഗസ്ഥന്റെ കയ്യിലോട്ടൊന്ന് നോക്കിയേ. നിങ്ങളെല്ലാം വന്നേ. നിങ്ങളെല്ലാം എന്റെ മോടെ ബർത്ത്ഡേക്ക് വന്നേ. എല്ലാവരും വന്നേ. ആ ഉദ്യോഗസ്ഥന്റെ കയ്യിലോട്ടൊന്ന് നോക്കിയേ. ഒരു കൊച്ചിന്റെ ബർത്ത്ഡേ, 4 വയസ്സുള്ളൊരു പിഞ്ചു കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് വന്നിട്ട് കയ്യിൽ എന്തെങ്കിലും ഒരു പൊതിയുണ്ടോ നോക്ക്. 5 രൂപയുടെ ഒരു മിഠായി എങ്കിലും വാങ്ങിച്ചിട്ട് വരാമല്ലോ. അത് പിന്നെ ഞാൻ അത്യാവശ്യം നീയല്ലേ പറഞ്ഞു പോയി. ഒരു പിഞ്ചു കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് വരുമ്പോ ഇങ്ങനെയാണോ വരുന്നത്? അങ്ങനെയൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ബ്ലോക്ക് ഓഫീസിൽ പോയിരുന്നു. അത്യാവശ്യം നീയല്ലേ വിളിച്ച് കയറ്റിയത്. അയ്യോ, നിന്റെ ബ്ലോക്ക് നീ കൂടുതലൊന്നും പറയണ്ടതേ. വാ, എന്തായാലും വന്നതല്ലേ, വാ. നിനക്ക് നാടന്മാനും ഇല്ലല്ലോടാ ചെറുക്ക. നീ എന്തോന്നടാ കാണിക്കണ? പറട്ടെ. എടാ, നിന്റെ ഒരു കുഞ്ഞുണ്ടായിരുന്നു. നമ്മളെ വിളിച്ചാൽ നമ്മള് സമ്മാനത്തില് വരൂ. തന്നല്ല, നീ സെക്രട്ടേറിയറ്റില് 5 അക്ക സമ്മാനം വെക്കുന്ന ആളല്ലേ? തന്നല്ല, നിനക്ക് നാണമാനം ഉണ്ടടാ. നോക്കടാ, പിഞ്ചു കുഞ്ഞിക്ക. ഇതൊരു 10 രൂപ കിളിക്കാൻ പറ്റെങ്കിലും മാറ്റം കൂട്ടുകാരൻ എന്റെ വീട്ടിൽ വന്നിട്ട് ഒരു തുള്ളി വെള്ളമോ എന്തെങ്കിലും കഴിക്കാൻ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ട്. അതിലൊന്ന് കഴിച്ചിട്ട് പോയാൽ അമ്മാവൻ പല പ്രായമൊക്കെയല്ലേ വല്ല നമുക്ക് ചിക്കൻ എടുത്തോളൂ. ചിക്കൻ എടുത്തോളൂ. കേക്ക് മുറിക്കണത്. കേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. കേക്ക് മുറിക്കണത്. കേക്ക് മുറിക്കണമെങ്കിൽ കേക്ക് ചുമ്മാ കൂടെ കൊണ്ടുവന്നില്ല. കേക്ക് മുറിക്കൽ ജീവിതത്തിൽ ആദ്യമായിട്ട് കേക്ക് മുറിക്കുന്ന ഒരു വെറൈറ്റി. എല്ലാരും പിച്ചാത്തുകൊണ്ടാണ് കേക്ക് മുറിക്കുന്നത്. ഞങ്ങള് അതുകൊണ്ട് പ്ലാൻ ചെയ്ത് മോളെ കൊണ്ട് കേക്ക് കറിച്ച് മുറിപ്പിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. കളിക്കുന്നില്ല ഞങ്ങൾ എല്ലാരും തീർക്കരുത്. അപ്പൊ കേക്കെല്ലാം മുറിച്ച ഗിരീഷ വാടാ വന്നേ. എനിക്ക് ഒട്ടും സമയമില്ലെന്ന്. ശീല, നീ അവിടെ ഇവിടെ നിൽക്കാതെ. ശീല അവന് കഴിക്കാൻ എന്തെങ്കിലും എടുത്തോളൂ. ചിക്കൻ ഫ്രൈ ഒക്കെ എടുത്തോളൂ. ഞാൻ അത്യാവശ്യമായിട്ട് പോയി ഇവിടെ വന്നു. കഴിച്ചിട്ട് പോയാ മതി. ഞാൻ പോണം, അത്യാവശ്യം. കഴിച്ചിട്ട് പോയാ മതി. കൊടുക്കടി, കഴിച്ചിട്ട് പോയാ മതി. നിങ്ങളൊക്കെ പോയി നിങ്ങൾക്ക് വിശപ്പൊന്നുമില്ലേ? അവർക്കെല്ലാം വിളമ്പി കൊടു. കഴിക്കളിയാ. എന്റെ കൂട്ടുകാരൻ വരുമ്പോഴത്തേക്ക് അവൻ എന്തെങ്കിലും കൊടുക്കാതിരുന്ന മോശമല്ലേ? ആഹാരം കഴിക്കേ, നന്നായിട്ട് കഴിക്കേ. ചിക്കനെ കിലോ 88 രൂപയാടിയാ. ചിക്കൻ 88 രൂപ. കഴിക്കടാ 88 രൂപയുടെ മുതലത്. കഴിക്കേ. അല്ല, കൊച്ചിൻ്റെ ബർത്ത്ഡേക്കൊക്കെ വരുമ്പം എന്തെങ്കിലും ഒന്ന് 50 പൈസ ഒന്നും ഗവൺമെൻറ് നിരോധിച്ചിട്ടില്ല. 25 നിരോധിച്ചിട്ടില്ല. ഒരു ഗ്യാസ് മിഠായെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാവില്ല.
കഴിക്ക് കഴിക്ക്. ഇതിപ്പോ നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇവിടെ അത്യാവശ്യം. അളിയൻ കഴിക്കടാ. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. കൂടുതൽ സംസാരിക്കട്ടെ വേണ്ട, നീ വേണമെങ്കിൽ എടുത്ത് തിന്നിട്ട് പോ. അമ്മാവ ഇവൻ പറഞ്ഞ കേട്ടാ തോന്നുന്നു ഈ കുഞ്ഞ് എന്റെ ആണെന്നും ഇവിടെ നടക്കണ ചരങ്ങിന്റെ ഉത്തരവാദിത്തം എനിക്കാണെന്ന് കേട്ടാ തോന്നുന്നു പറഞ്ഞ കേട്ടോ. അമ്മാവാ ഇവൻ എന്തുവാ പറഞ്ഞത്? എന്തോ പറഞ്ഞ? എന്റെ കുഞ്ഞ് അവന്റെ ആണെന്നും ഉത്തരവാദിത്തം മൊത്തം അവനാണെന്നും. എടാ വീട്ടുകാർ എന്തോ പറഞ്ഞവനെ വീട്ടിൽ കയറി അനാവശ്യം പറഞ്ഞതിന് ഇവനെ അടിക്കണ്ടേ? എവനെ അടിക്കണമല്ലേ? ആ. ഇതൊക്കെ ദാറ്റ പറയട്ടെ. എടാ വീട്ടുകാർ അനാവശ്യം പറയട്ടെടാ. എന്റെ കൂട്ടുകാരനെ അമ്മ എന്റെ കൂട്ടുകാരനെ നീ എന്റെ അയലത്തുള്ള അമ്മാവന് എന്റെ അയലത്തുള്ള മറി എന്റെ അയലത്തുള്ള അമ്മാവന് നശിപ്പിക്കില്ലേ? എത്രയും പെട്ടെന്ന് ഒരു ആശുപത്രി കൊണ്ടുപോടാ. 108 ബില്ലിയടാർക്കാ. എന്തോന്ന്? എന്താ ഒരു ആശുപത്രി കൊണ്ടുപോടാ. കൈകാലൊക്കെ പ്ലാസ്റ്റർ. ആശുപത്രി കൊണ്ടുപോകണമെങ്കിലേ ഒന്നീ ഹെൽത്ത് കാർഡ് വേണം, അല്ലെങ്കിൽ BPL റേഷൻ കാർഡ് വേണം. അല്ലാതെ ഈ ഒടിഞ്ഞതൊക്കെ പ്ലാസ്റ്റർ ഇട്ട് പറഞ്ഞെങ്കിൽ ഒരുപാട് കാശാകും. കാർഡ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, കാർഡൊക്കെ വേണമല്ലേ? ആ ഇതൊക്കെ നേരത്തെ പറയട്ടെ.